നിങ്ങൾക്കറിയാവുന്നതിൽ ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ള വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നത് എവിടെ വെച്ചിട്ടാണ്? അത് എന്താണ് സംഭവിച്ചത്? അതിനെപ്പറ്റി നിങ്ങൾക്കറിയോ? എനിക്കറിയാവുന്നതിൽ ഏറ്റവും ഡ്രമാറ്റിക്, ഏറ്റവും മാഡ്, ഏറ്റവും ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നത് അമേരിക്കയിൽ വെച്ച് 1994 ഇപ്പോൾ വീണ്ടും അമേരിക്കയിലേക്ക് വേൾഡ് കപ്പ് എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോകാം. നവജീവൻ ഫുട്ബോൾ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കോച്ച് വിനീത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നേക്കണം, റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോയിൽ കിടക്കട്ടെ. 1994 അമേരിക്കൻ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഒരു ആബ്സല്യൂട്ട് സിനിമയാണ്. ഓൺ ആൻഡ് ഓഫ് ദ ഫീൽഡ്. ഓൺ ദ ഫീൽഡ് ഞാൻ ഡീറ്റെയിലായിട്ട് വരാം. ഓഫ് ദ ഫീൽഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1986 അവർക്ക് വേൾഡ് കപ്പ് അവർ ബിഡ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫിഫയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് കൊടുക്കാനായിട്ട്. പലരും പറഞ്ഞത് അവർക്ക് അവിടെ ഒരു ഫുട്ബോൾ ലെഗസി അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ആരും കാണാൻ വരില്ല, അത് ഒരു ഫിനാൻഷ്യൽ അങ്ങനെയുള്ള ഒരുപാട് കംപ്ലയിൻറ്റ്സ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പോരായ്മകളുണ്ടായിരുന്നു. പക്ഷേ 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ വർഷത്തെ വേൾഡ് കപ്പ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. അതേ സമയത്ത് ബിഡേഴ്സായിട്ടുണ്ടായിരുന്ന ബ്രസീലും മൊറോക്കോയും ചിലവാക്കാൻ പ്ലാൻ ചെയ്തിരുന്നതിനെക്കാട്ടിലും 500 കോടി രൂപ കൂടുതൽ, 500 മില്യൺ ഡോളേഴ്സ് കൂടുതലായിട്ട് അവർ ചിലവാക്കി അവരുടെ 9 സിറ്റിയിൽ അവർ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ചെയ്തു. ആ ഒരു ഇതും കൂടി കൊണ്ട് അവർക്ക് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് ഫിഫ അത് കൊടുത്തത്. അവർ ലീഗ് സിസ്റ്റം, ഫുട്ബോൾ ലീഗ് സിസ്റ്റം, പ്രൊഫഷണൽ ലീഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു കണ്ടീഷൻ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് വേൾഡ് കപ്പ് നടത്താനായിട്ടുള്ളൊരു പെർമിഷൻ കൊടുത്തത്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. പിന്നെ ഒരുപാട് നാടകീയമായിട്ടുള്ള കാര്യങ്ങൾ മത്സരത്തിനിടയിൽ ഉടനീളം ഉണ്ടായി. ഈ വേൾഡ് കപ്പിലാണ് ആദ്യമായിട്ട് ഗോൾ കീപ്പേഴ്സിന് ബാക്ക് പാസ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൈകൊട്ടെടുക്കാൻ പാടില്ല എന്നുള്ള റൂൾ വന്നത്. അതുപോലെ ഈ വേൾഡ് കപ്പിലാണ് അതിന് പ്രധാനമായിട്ടും കാരണം ഡെൻമാർക്ക് യൂറോ കപ്പ് വിൻ ചെയ്തതാണ്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവർ ജർമ്മനിയെ 2-0 തോൽപ്പിച്ചത് ഇങ്ങനെയാണ്. ജർമ്മനി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ടീമായിരുന്നു. അതിന് മുമ്പുള്ള 2 വേൾഡ് കപ്പും ഫൈനലിൽ വന്ന ടീമാണ് ജർമ്മനി എന്ന് പറയുന്നത്. 1986-ലും 90-ലും അവർ വേൾഡ് കപ്പ് ഫൈനൽ കളിച്ചു. 90-ൽ അവർ വിൻ ചെയ്തു, 86-ൽ അർജൻറ്റീനയോട് തോറ്റു. 90-ലും അർജൻറ്റീന തന്നെയായിരുന്നു ഓപ്പണൻസ്, 2-ലും അവർ 2 ടീമുകൾ തന്നെയാണ് മത്സരിച്ചത്. 92-ൽ വന്ന യൂറോ കപ്പിൽ വന്നപ്പോഴത്തേക്ക് ഡെൻമാർക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് ഫൈനലിൽ വരികയും അവർ ഈ ബാക്ക് പാസ് കൊടുത്തിട്ട് വെറുതെ കീപ്പർ പിടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു ടാക്ടിക്സ് വെച്ചിട്ട് അവർ ജർമ്മനിയെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. ജർമ്മനി ഈ വേൾഡ് കപ്പിലേക്ക് വരുന്നത് വേൾഡ് നമ്പർ 1 ആയിട്ടാണ്. അത്രയ്ക്ക് സ്ട്രോങ് ടീമായിരുന്നു ശരിക്കും പറഞ്ഞ ജർമ്മനി ആ സമയത്ത്. ആ ജർമ്മനിയെ ആണ് അവർ തോൽപ്പിച്ചത്. പക്ഷേ ആ ഒരു കാരണം കൊണ്ട് പുതിയ റൂൾ ഉണ്ടാക്കി, ബാക്ക് പാസ് കൊടുത്തു കഴിഞ്ഞാൽ കീപ്പർ കൈ കൊണ്ട് പിടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ 3 പോയിൻറ്റ്, 2 പോയിൻ്റായിരുന്നു നേരത്തെ വിന്നിങ്ങിന് കൊടുത്തുകൊണ്ടിരുന്നത്, അതിന് പകരം 3 പോയിൻ്റ് ആക്കിയത് ഈ വേൾഡ് കപ്പിലാണ് ആദ്യമായിട്ട്. അതുപോലെ 24 ടീമുകളടങ്ങുന്ന വേൾഡ് കപ്പ് അവസാനമായിട്ട് നടന്നത് ഈ 1994 വേൾഡ് കപ്പാണ്. പിന്നെ പല ലെജൻസും, മറഡോണ, റോബർട്ടോ ബാജിയോ, പിന്നെ ലോതർ മത്തേയോസ്, യൂഗൻ ക്ലിൻസ്മാൻ, പിന്നെ അതുപോലെ തന്നെ റൊമാരിയോ, ഇങ്ങനെ ഒരുപാട് ലെജൻസ് കളിച്ച് മാറിയ അവസാനത്തെ വേൾഡ് കപ്പാണ് ഈ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. പിന്നെ പെനാൽറ്റിയിൽ ഒരു വേൾഡ് കപ്പ് വിൻ ചെയ്യുന്ന ആദ്യത്തെ, പെനാൽറ്റിയിൽ ഒരു ഫൈനൽ ഡിസൈഡ് ആവുന്ന ആദ്യത്തെ വേൾഡ് കപ്പായിരുന്നു ഇത്. പിന്നെ നോർവേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം 1938 ശേഷം ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്നൊരു ഇതായിരുന്നു. അതുപോലെ തന്നെ മൊറോക്കോ അതുപോലെ തന്നെ ആയിരുന്നു. പിന്നൊരു പ്രധാനപ്പെട്ടൊരു സംഭവം ഉണ്ടായി. മാച്ചിൽ 5 ഗോൾ അടിച്ചത് കൊണ്ട് മാത്രം ഒരു പ്ലെയർ ടോപ്പ് സ്കോററായത് ഈ വേൾഡ് കപ്പിലാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ടൊരു ഇതുണ്ടായി. പിന്നെ വേൾഡ് കപ്പ് ഫൈനലിൽ കളിച്ച ടീം ആദ്യത്തെ മത്സരങ്ങളിൽ വളരെ ദയനീയമായിട്ട് കളിച്ചതിന് ശേഷം വേൾഡ് കപ്പ് ഫൈനലിൽ എത്തുന്നൊരു ഒരു അത്യപൂർവമായൊരു കാഴ്ച കൂടി ഈ വേൾഡ് ഗ്രൂപ്പ് സ്റ്റേജസിൽ ഇതേപോലെ തന്നെ ഈ ഡ്രാമ ഒരുപാടടങ്ങിയ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് ഘട്ടത്തിലൂടെയാണ് ഈ വേൾഡ് കപ്പ് കടന്നു പോയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് അമേരിക്ക
കൊളംബിയ ശരിക്കും പറഞ്ഞാൽ ആ വേൾഡ് കപ്പിന് വരുമ്പോൾ പെലെ ഉൾപ്പെടെയുള്ള പലരും പറഞ്ഞത് ആരെയും തോൽപ്പിക്കാൻ പറ്റുന്നൊരു സ്ക്വാഡാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ അമേരിക്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ നിർണായകമായ ഒരു സെൽഫ് ഗോളിൻ്റെ പേരിൽ അതിൽ ഇപ്പം നമ്മൾ കാണുന്ന പോലെ ഗോൾ പോസ്റ്റിന് അടുത്തുനിന്നൊരു കാല് കൊണ്ട് തട്ടി അങ്ങനത്തെ ഒരു സെൽഫ് ഗോളല്ല, ഒരു ക്രോസ് വന്നപ്പോൾ ആന്ദ്രേ എസ്കോബാർ എന്ന് പറയുന്ന ഒരു ഫുൾ ബാക്കിൻ്റെ കാലിൽ തട്ടിയ ബോൾ ഡൈവേർട്ടായി ഗോളിലേക്ക് കയറിയായിരുന്നു. ആ ഇൻസിഡൻറ്റിൻ്റെ പേരിൽ ആന്ദ്രേ എസ്കോബാറിനെ ആൾക്കാർ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അത്രയ്ക്ക് സീരിയസ് ആയിട്ടൊരു സിറ്റുവേഷൻ കൂടിയായിരുന്നു കൊളംബിയ ആ സമയത്ത് കടന്നുപോയത്. അതായത് ഡ്രഗ് മാഫിയ ഇതിന് വേണ്ടിയിട്ട്, ബെറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവരെ ത്രെട്ട് ചെയ്യുകയും കോച്ചിനെയും പ്ലേയേഴ്സിനെയൊക്കെ ത്രെട്ട് ചെയ്യുകയും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായൊരു വേൾഡ് കപ്പാണ് ഈ 94 വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള വേൾഡ് കപ്പായിരുന്നു. പിന്നെ ഏറ്റവും ഐക്കോണിക്കായിട്ട് ഒരു ഗ്രൂപ്പിലെ എല്ലാ ടീമുകൾക്കും ഒരേ പോയിന്റ് വന്ന ഒരു വേൾഡ് കപ്പാണ് ഇതെന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഇയിൽ അർജന്റീന, നൈജീരിയ അടങ്ങുന്ന ഗ്രൂപ്പിൽ എല്ലാ ടീമിനും ഒരേ പോയിന്റ് ആയിരുന്നു. അങ്ങനെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അർജന്റീന ആ വേൾഡ് കപ്പിലേക്ക് വന്നത് കോപ്പ അമേരിക്ക വിൻ ചെയ്തിട്ടാണ്. അതുപോലെ മറഡോണ ആ വേൾഡ് കപ്പിലേക്ക് വളരെ മെലിഞ്ഞിട്ട് വന്നിട്ട് 2 മാച്ച് കളിച്ചു. പക്ഷേ ഗ്രീസിനെതിരെ വേൾഡ് കപ്പിൽ ഗോളൊക്കെ അടിച്ചിട്ട് ഭയങ്കര അലറി വിളിക്കുകയൊക്കെ ഉണ്ടായി. അത് ശരിക്കും പറഞ്ഞാൽ ഡ്രഗിൻ്റെ എഫക്റ്റ് കൊണ്ടാണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് 2 മത്സരങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനെ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താക്കി. അങ്ങനൊരു സംഭവം കൂടി ഉണ്ടായി. അങ്ങനത്തെ ഒരു വേൾഡ് കപ്പായിരുന്നു ഇത്. അതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റലി വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ റോബർട്ടോ ബാജിയോ എന്ന് പറയുന്ന പ്ലെയർ വേൾഡ് ഫുട്ബോളിൽ ഒരു രാജാവായിട്ടാണ് വന്നത്. യുവൻറ്റസിൽ കളിച്ചുകൊണ്ടിരുന്ന റോബർട്ടോ ബാജിയോ 10ാം നമ്പറിൽ കളിക്കുന്നു. അദ്ദേഹം മികച്ച ഫോമിലായിരുന്നു. അദ്ദേഹമായിരുന്നു ബാലൻഡിയറും വേൾഡ് പ്ലെയറും എല്ലാം അദ്ദേഹമായിരുന്നു. അദ്ദേഹം പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജിൽ ഒരു മത്സരത്തിലും ഗോൾ അടിച്ചില്ല. 2ാമത്തെ മത്സരത്തിൽ അവരുടെ ഗോൾ കീപ്പർക്ക് റെഡ് കിട്ടിയപ്പോൾ കോച്ച് സാച്ചി എന്ന് പറയുന്ന കോച്ച് വളരെ അപ്രതീക്ഷിതമായിട്ട് റോബർട്ടോ ബാജിയോയെ ബെഞ്ചിലിരുത്തി പുറത്തേക്ക് വലിച്ചിട്ട് അവർ 10 പേരായിട്ട് കളിച്ചു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി. അതുപോലെ ബ്രസീലും ജർമ്മനിയും ശരിക്കും പറഞ്ഞാൽ ക്രൂയിസ് ചെയ്ത് പോകുമായിരുന്നു ഫസ്റ്റ് റൗണ്ട്സിൽ. ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു. അറ്റാക്കിംഗ് ഡ്യൂയോ ആയിട്ടുള്ള ബെബറ്റോയും റൊമാരിയോയും ഗോൾ അടിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. നല്ല പോലെ കളിച്ചു. എന്നാൽ ശരിക്കും ഞെട്ടിച്ചതെന്ന് പറയുന്നത് ബൾഗേറിയ ആയിരുന്നു. ബൾഗേറിയ വേൾഡ് കപ്പിൽ അതിനു മുമ്പ് ഒരു മത്സരം പോലും വിജയിച്ചിട്ടില്ലാത്തൊരു ടീമായിരുന്നു ബൾഗേറിയ എന്ന് പറയുന്നത്. പക്ഷേ ബൾഗേറിയ എങ്ങനെയൊക്കെയോ ഫസ്റ്റ് റൗണ്ടിൽ കൂടി കടന്നുകൂടി. ആ സമയത്ത് ബാഴ്സലോണ എന്ന് പറയുന്ന ടീം ഭയങ്കര ശക്തമായിരുന്നു. നമ്മുടെ യുഹാൻ ക്രൈഫിൻ്റെ ബാഴ്സലോണ എന്ന് പറയുന്നത് ഭയങ്കര ശക്തമായ ടീമായിരുന്നു. പെപ് ഗോർഡിയോളയൊക്കെ ആ സമയത്താണ് കളിച്ചുകൊണ്ടിരുന്നത്. ആ ടീമിലെ ഫോർവേഡ് ആയിരുന്ന സ്റ്റോയ്ച്ചോവിച്ച് എന്ന് പറയുന്ന പ്ലെയർ ബൾഗേറിയക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇതിൽ ഭയങ്കര ക്രൂഷ്യലായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ഗോളടി മികവിൽ അദ്ദേഹമായിരുന്നു ടോപ്പ് സ്കോറർ, ജോയിൻസ് ടോപ്പ് സ്കോറർ. അദ്ദേഹത്തിൻ്റെ ഗോളടി മികവിൽ അവർ ഇതിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഈ വേൾഡ് കപ്പിൻ്റെ മുഖം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് റോബർട്ടോ ബാജിയോ എന്ന് പറയുന്ന പ്ലെയർ ഫൈനലിൽ അവസാനത്തെ കിക്ക് അടിച്ച് പുറത്തേക്ക് കളഞ്ഞതിന് ശേഷം തല കുമ്പിട്ടും താഴേക്ക് നോക്കി നിൽക്കുന്നൊരു ദൃശ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിൻ്റെ ഒരു മുഖഛായയായി മാറിയത് പിൽക്കാലത്ത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു നോക്കൗട്ട് റൗണ്ടിലും ഉടനീളം കണ്ടത്. ആദ്യത്തെ 3 മത്സരത്തിൽ വളരെ കഷ്ടപ്പെട്ട് കളിച്ചു വന്ന ഇറ്റലി, അതായത് ഒരു മത്സരത്തിൽ അയർലൻഡിനെതിരെ വളരെ അപ്രതീക്ഷിതമായിട്ട് 1-0 തോറ്റു. പിന്നത്തെ മത്സരത്തിൽ 1-0 നോർവേക്കെതിരെ ജയിച്ചു. അതും വളരെ നേരിയ വ്യത്യാസത്തിലാണ് ജയിച്ചത്. പിന്നെ മെക്സിക്കോക്കെതിരെ 1-1 സമനില. ഇങ്ങനെ 2 ഗോൾ മാത്രം അടിച്ചിട്ട് വന്ന ഒരു ടീമിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറിയും വെച്ചുകൊണ്ട് ഒരു സൂപ്പർ താരം എങ്ങനെ ഫൈനലിലെത്തിച്ചു എന്നുള്ളതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കോരിത്തെറിപ്പിക്കുന്നൊരു സ്റ്റോറിയാണ്. പലർക്കും അറിയാവുന്നതെന്ന് പറയുന്നത് റോബർട്ടോ ബാജിയോയുടെ അവസാനത്തെ കിക്ക് മാത്രമായിരിക്കും. പക്ഷേ ആ കിക്കിന് മുമ്പ് ആ കിക്കിലേക്ക് എത്താനായിട്ട് റോബർട്ടോ ബാജിയോ എന്ന് പറയുന്ന താരമാണ് ശരിക്കും പറഞ്ഞാൽ കാരണമായത്. അർജന്റീനയെ തോൽപ്പിച്ചിട്ടുള്ള നൈജീരിയ ആയിരുന്നു അവരുടെ റൗണ്ട് ഓഫ് 16 ടീം ഓപ്പണൻറ്റ്. അതിൽ ആദ്യം തന്നെ അവർ സ്കോർ ചെയ്തു. നൈജീരിയ എന്ന് പറയുന്നത് ഭയങ്കര ഫിസിക്കലായിട്ടുള്ള, ഭയങ്കര സ്ട്രോങ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ടീമായിരുന്നു. അവർ ആദ്യം തന്നെ സ്കോർ ചെയ്തു. അതിനുശേഷം തോൽവി
ഈ മുഖത്ത് നിന്നും തോൽവി ഇപ്പോൾ തോക്കും, ഇപ്പോൾ ബാഗ് പാക്ക് ചെയ്യുക എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് റോബർട്ടോ ബാജിയോ ഒരു ഇൻഡിവിജ്വൽ ക്ലാസ് വഴി 88ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ അടിച്ചു. അങ്ങനെ ആ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോയി. എക്സ്ട്രാ ടൈമിൽ റോബർട്ടോ ബാജിയോയ്ക്ക് ഒരു പെനാൽറ്റി കിട്ടി. ആ പെനാൽറ്റിയും കൺവേർട്ട് ചെയ്ത് അങ്ങനെ 2 ഗോൾ അടിച്ചിട്ട് റോബർട്ടോ ബാജിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ആ മത്സരം രക്ഷിച്ചെടുത്തത്. പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തൊരു ടീം ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇറ്റലിക്ക് ആകെ ആ ടൂർണമെൻറ്റിൽ അടിച്ചിട്ടുള്ള ഗോളുകളിൽ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അടിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബാജിയോ തന്നെയാണ്. അതിൽ ഒരെണ്ണം ബാജിയോ എന്നുള്ള പേരിൽ തന്നെ ഉള്ളൊരു പ്ലെയറാണ് ശരിക്കും പറഞ്ഞാൽ നോർവേക്കെതിരെ ഗോൾ അടിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ഗോളുകളിൽ വന്നിരിക്കുന്നതിൽ 5 ഗോൾ അടിച്ചത് റോബർട്ടോ ബാജിയോ തന്നെയാണ്. അതിനുശേഷം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ശക്തരായ സ്പെയിനിനെതിരെ വീണ്ടും റോബർട്ടോ ബാജിയോയുടെ മാസ്റ്റർ ക്ലാസ്. അതും ഇതുപോലെ തന്നെ 1-1 നിന്ന സമയത്ത് 1-1 നിൽക്കുമായിരുന്നു. ലാസ്റ്റ് 88ാമത്തെ മിനിറ്റിൽ റോബർട്ടോ ബാജിയോ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് വഴി ഒരു ഗോൾ കൂടി അടിച്ച് 2-1 സ്പെയിനിനെ തോൽപ്പിച്ചിട്ടാണ് അവർ സെമി ഫൈനലിലേക്ക് കയറിയത്. സെമി ഫൈനലിൽ ശക്തരായിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ബെസ്റ്റ് ടീമായിട്ടുള്ള ലോതർ മത്തേഴ്സ്, യൂഗൻ ക്ലിൻസ്മാൻ, റൂഡി വോളർ എന്നൊക്കെ അടങ്ങിയിട്ടുള്ള ബെസ്റ്റ് ടീമുമായിട്ട് വരുന്ന ജർമ്മനിയെ, ലോക 1-ാം നമ്പർ ടീമായിട്ട് വന്ന ജർമ്മനിയെ, ഇതിനു മുമ്പുള്ള 2 ലോകകപ്പിലും ഫൈനൽ കളിച്ച, യൂറോ കപ്പിൽ ഫൈനൽ കളിച്ച ജർമ്മനിയെ അവർ ശരിക്കും പറഞ്ഞാൽ ബൾഗേറിയ 2-0 തോൽപ്പിച്ചു. ആ ഒരു മത്സരമാണ് ഈ വേൾഡ് കപ്പിൻ്റെ വിന്നറിനെ ഡിസൈഡ് ചെയ്ത മത്സരമെന്ന് എനിക്ക് തോന്നിയത്. 2-0 ബൾഗേറിയ അവരെ തോൽപ്പിച്ചതുകൊണ്ടാണ് ജർമ്മനി അഡ്വാൻസ് ചെയ്യാതെ പോയത്, സെമി ഫൈനലിലേക്കോ അല്ലെങ്കിൽ ഫൈനലിലേക്കോ അഡ്വാൻസ് ചെയ്യാതെ പോയത്. ക്വാർട്ടർ ഫൈനലിൽ ബൾഗേറിയ അവരെ തോൽപ്പിച്ചു. അങ്ങനെ ജർമ്മനിയെ തോൽപ്പിച്ച ബൾഗേറിയ ഇറ്റലി 2-1 തോൽപ്പിച്ചു. അതിൽ 2 ഗോൾ അടിച്ചത് റോബർട്ടോ ബാജിയോയാണ്. അതും നല്ല ക്ലാസ് 2 ഗോൾ, കിടിലൻ 2 ഗോൾ അടിച്ചിട്ട് സൂപ്പർ ഗോളായിരുന്നു. അത് ക്രിയേറ്റ് ചെയ്തതും പുള്ളി തന്നെയാണ്, അത് ഫിനിഷ് ചെയ്തതും പുള്ളി തന്നെയാണ്. അടിപൊളി 2 ഗോൾ അടിച്ചിട്ട് അവരെ ഫൈനലിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ആ മത്സരത്തിൽ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും റോബർട്ടോ ബാജിയോ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് അതിനകത്ത് മനസ്സിലാവും. ഇതിൽ ഒരു പ്ലെയറിൻ്റെ കൂടി ഒരു എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ഉണ്ട്. ഞാൻ അതിലേക്ക് അവസാനം വരാം, കാരണം അതൊരു സസ്പെൻസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള പ്ലെയറിൻ്റെ ഒരു പേര് അവസാനത്തിലേക്ക് ഞാൻ വരാം. പക്ഷേ അതിന് മുമ്പായിട്ട് ആ മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ പൂർത്തിയാക്കാനാവാതെ ആംസ്ട്രിങ് പിടിച്ചിട്ട് നിന്നിട്ട് പുറത്തു പോകുന്നൊരു റോബർട്ടോ ബാജിയോ നമുക്ക് കാണാം. ശരിക്കും ഇപ്പോഴത്തെ കണ്ടീഷനിലൊന്നും അങ്ങനത്തെ ഒരു പ്ലെയറിനെ കളിപ്പിക്കില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ, അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള പ്ലെയർ ആയതുകൊണ്ട് മാത്രമാണ് റോബർട്ടോ ബാജിയോ ഫൈനലിൽ കളിച്ചത്. ഫൈനലിൽ ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. 120 മിനിറ്റിലും ഗോൾ വന്നില്ല. എല്ലാ മത്സരത്തിലും ഗോൾ അടിച്ചു വന്ന ശക്തമായ ബ്രസീലിനെ പിടിച്ചു കെട്ടി 120 മിനിറ്റും കഴിഞ്ഞ് പെനാൽറ്റിയിലെത്തി. പെനാൽറ്റിയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയുണ്ടായി, ടഫറയിൽ നിൽക്കുമ്പോൾ 3-2 സ്കോറിൽ നിൽക്കുവാണ്. ടഫറയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ചാടും, ജമ്പ് ചെയ്യും, ഡൈവ് ചെയ്യും എന്നുള്ളത് റോബർട്ടോ ബാജിയോ എന്ന് പറയുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലെയറിന് അറിയാം. അദ്ദേഹം എടുത്ത ഡിസിഷൻ എന്ന് പറയുന്നത് സെൻട്രലിലേക്ക് തന്നെ അടിക്കുക, അദ്ദേഹത്തിൻ്റെ കാലിലും കിട്ടാത്ത രീതിയിൽ സെൻട്രലിലേക്ക് തന്നെ അടിക്കുക, ഫിനിഷ് ചെയ്യുക, സ്കോർ ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നാൽ അത് എങ്ങനെയോ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള, അത്രയും ജീനിയസ് ആയിട്ടുള്ള ഒരു പ്ലെയർ എങ്ങനെയോ അത് കിക്ക് എടുത്തത് പിഴച്ചു. 3 മീറ്ററോളം മുകളിലേക്ക് അത്രയും ഉയരത്തിലോട്ട് പോയി. അത് അദ്ദേഹത്തിന് തന്നെ അറിയാൻ മേലാത്തൊരു സിറ്റുവേഷനിലായിപ്പോയി. ആ നിപ്പ് ശരിക്കും പറഞ്ഞാൽ ലോകം മുഴുവൻ നെഞ്ചിറക്കി പിടിച്ച് കണ്ണീരോടെയാണ് കണ്ടത്. ഇപ്പോഴും ആ ഒരു സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വേദന എല്ലാവർക്കും, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും നെഞ്ചിൽ തോന്നുന്നൊരു വേദനയാണത്. ആ ഒരു സിറ്റുവേഷൻ നിന്നിട്ടുള്ള ഒരാൾക്കറിയാം അതിൻ്റെ ഒരു വേദന. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു മൊമെൻ്റ് കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു പ്ലെയറാണ് റോബർട്ടോ ബാജിയോ എന്ന് പറഞ്ഞ പ്ലെയർ, ഒരു ലെജൻഡറി പ്ലെയറാണ്. ഇനി അങ്ങനെ കപ്പ് ദുങ്ക നമുക്കറിയാം, കഴിഞ്ഞ വർഷം കോച്ചായിരുന്നു, ബ്രസീലിൻ്റെ കോച്ചായിരുന്ന ദുങ്ക ആയിരുന്നു അന്നത്തെ ക്യാപ്റ്റൻ. ദുങ്ക കപ്പ് റിസീവ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഇനി അതിൻ്റെ ആഫ്റ്റർ മാത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോൾഡൻ ബൂട്ട് കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റോയിക്കോവിനായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാമറൂണിനെതിരെ ഗ്രൂപ്പ് ഘട്ടത്തിൽ റഷ്യയ്ക്ക് വേണ്ടി കളിച്ച് 5 ഗോൾ അടിച്ച് 6-1 ജയിച്ചപ്പോൾ 5 ഗോൾ അടിച്ച സലെങ്കോ എന്ന് പറയുന്ന പ്ലെയർ അങ്ങനെ 6 ഗോളുമായിട്ട് ഈക്വൽ പാർട്ട്ണർഷിപ്പിൽ അവർ 2 പേരും ഗോൾഡൻ ബൂട്ടിന് അർഹരായി. ബെസ്റ്റ് പ്ലെയറായിട്ട് തിരഞ്ഞെടുത്തത് റൊമാരിയോ ആയിരുന്നു, ഗോൾഡൻ ബൂളിന് അർഹരായി.
വേൾഡ് കപ്പിൻ്റെ ബെസ്റ്റ് പ്ലെയറിൻ്റെ 11 ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് എടുത്തു വന്നിട്ടുള്ള ഒരു പേരെന്ന് പറയുന്നത് പോളോ മാൾഡീനിയാണ്. 26 വയസ്സുണ്ടായിരുന്ന പോളോ മാൾഡീനി ശരിക്കും പറഞ്ഞാൽ ആ വർഷത്തിൽ അതിലേക്ക് വന്നത് ബെസ്റ്റ് ഫുൾ ബാക്ക് ആയിട്ടാണ്. നിങ്ങൾക്കറിയാം AC മിലാനിൽ മാത്രമേ കളിച്ചിട്ടുള്ളൂ. AC മിലാനിലെ ബെസ്റ്റ് ഫുൾ ബാക്ക് ആയിട്ടാണ് വന്നത്. AC മിലാൻ ആ വർഷത്തിൽ ബാഴ്സലോണയെ, പ്രൈം ബാഴ്സലോണയെ 4-0 UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ തോൽപ്പിച്ചിട്ടാണ് AC മിലാൻ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുന്ന പ്ലെയർ സെൻട്രൽ ബാക്ക് ആയിരുന്ന അവരുടെ ക്യാപ്റ്റൻ പരിക്ക് പറ്റി പോയി. അതിൻ്റെ കാരണം കൊണ്ട് സെൻട്രൽ ബാക്കിൻ്റെ ഡ്യൂട്ടി ഏറ്റെടുത്തു. അതിനുശേഷം വെറും 3 ഗോളുകൾ മാത്രമാണ് അദ്ദേഹം കൺസീഡ് ചെയ്തത്. അതും നോക്കൗട്ട് റൗണ്ടിൽ 3 ഗോളുകൾ. പിന്നെ ഫൈനലിൽ ഏറ്റവും ബെസ്റ്റ് അറ്റാക്കിംഗ് ടീമുമായിട്ട് വന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ക്രിയേറ്റീവ് ആയിട്ടുള്ള 2 പ്ലെയേഴ്സിനെ പൂട്ടിയിട്ട പെർഫോമൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫൈനലാണ്. അതുകൊണ്ടാണ് 120 മിനിറ്റ്സിലും ബ്രസീലിന് സ്കോർ ചെയ്യാൻ പറ്റാഞ്ഞത് പോളോ മാൾഡീനിൻ്റെ പ്രസൻസ് കൊണ്ടാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബെബറ്റോയെയും റൊമാരിയോയും പിടിച്ചു കിട്ടിയത് മാൾഡീനിയാണ്, വിട്ടില്ല. അതുകൊണ്ട് മാൾഡീനിയെ ആ വർഷത്തെ വേൾഡ് 11 പ്രഖ്യാപിച്ചപ്പോൾ, അല്ലെങ്കിൽ ബെസ്റ്റ് 11 പ്രഖ്യാപിച്ചപ്പോൾ മാൾഡീനിയെ ഉൾപ്പെടുത്തി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. അത് എല്ലാ മിനിറ്റും കളിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല, ഇഞ്ചുറി ഇല്ല, ഒന്നുമില്ല, പിന്നെ റെഡ് കാർഡില്ല, ഒന്നുമില്ല, പ്യുവർ ക്ലാസ്. ഇനി ബ്രസീലിൻ്റെ വിക്ടറി 24 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. 1970 ശേഷം 1994 ബ്രസീൽ വേൾഡ് കപ്പ് വിൻ ചെയ്യുന്നത്. അത് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട് ഈ വർഷത്തെ ഇതുമായിട്ട്. ഒന്ന് ബ്രസീൽ വെച്ചിട്ടാണ് USA വെച്ചിട്ടാണ് നടക്കുന്നത്, ഇതും USA വെച്ചിട്ടാണ് നടക്കുന്നത്. അത് 1970 ശേഷം 24 വർഷങ്ങൾക്ക് ശേഷം 1994 നടന്നത്. ഇതും 2002 വിൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ 2026 നടക്കുന്നത്. 26 വർഷത്തെ ഡിഫറൻസ്. അതുപോലെ ഗ്രൂപ്പ് സിയിൽ കളിക്കുമ്പോഴത്തേക്ക് ബ്രസീലിൻ്റെ പെർഫോമൻസ് എപ്പോഴും ടോപ്പായിരുന്നു. 1970, 1998, 2002, 2026. ഇപ്പോൾ 2026 വീണ്ടും ബ്രസീൽ ഗ്രൂപ്പ് സിയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ പല കാര്യങ്ങൾ കൊണ്ടും ബ്രസീൽ ഈ വർഷം വിൻ ചെയ്യാൻ, കപ്പടിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ബെസ്റ്റ് സ്ക്വാഡായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ നല്ല അറ്റാക്കിംഗ് സ്ക്വാഡായിട്ടാണ് വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ബ്രസീലിന് ഈ വർഷം കപ്പടിക്കാനുള്ള ചരിത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, ഇൻക്ലൂഡിങ് ദ ഹോസ്റ്റ് നേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.